Hi viewers, we have Mr. Saju with us. Hi sir, thank you for buying from us. Okay, bye. Yeah. സാറേ വർക്കൊക്കെ എന്തായി? വർക്കൊരു മുക്കാൽ ഇനി ഒരു 3-4 ദിവസം കൊണ്ട് തീരുമെന്നുള്ളതാണ് ഓക്കെ. അവർ പറഞ്ഞത്. അപ്പോൾ നല്ല എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഒരുവിധം കൊള്ളാവുന്ന വർക്കേഴ്സിനെ കിട്ടി. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ സിബി ആയിട്ട് പരിചയപ്പെട്ടു. അതിൻ്റെ ഒരു കംഫർട്ട് എനിക്ക് കൂടുതലായിരുന്നു. കാരണം ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയലിലേക്ക് എത്തി. ആ കളർ കോമ്പിനേഷൻ, ആ കളർ പാറ്റേൺ, അത് എനിക്ക് വലിയ ഗുണം ചെയ്തു. അല്ലാത്ത രീതിയിൽ ഞാൻ ഒത്തിരി ഒന്നും അങ്ങ് അന്വേഷിച്ചൊന്നും പോയില്ലല്ലോ. വന്നു, സിബിയെ കണ്ടു, പരിചയപ്പെട്ടു. അതിൻ്റെ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഒരു ധാരണ കിട്ടി. പ്രത്യേകിച്ചും സിബിയുടെ ഒരു അഷുറൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതായത് ഇതൊരു ലൈഫ് ലോങ് സാധനമാണ്. എനിക്കല്ലാതെ ഈ റൂഫിംഗ് ടൈൽസിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിബി പറഞ്ഞത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തെ ഞാൻ എടുത്തുകൊണ്ട് നേരെ അന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്യാനുള്ളത് അല്ലേ, അഡ്വാൻസ് ചെയ്ത് പിന്നെ ബാക്കി കാര്യങ്ങൾ അങ്ങ് മുറ പോലെ നടന്നു. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഈ ഇത്രയും വർക്ക് കണ്ടപ്പോഴേ തന്നെ അവർ ഭയങ്കര ഒരു ഫേസ് ലിഫ്റ്റ് വീടിന് നടന്നു എന്നുള്ളത് പറഞ്ഞു. ഫ്ലാറ്റ് റൂഫ് ആയിരുന്നു. ഒരു 12 വർഷം മുമ്പ് ഫ്ലാറ്റ് റൂഫ് ചെയ്ത, പിന്നെ ഇടയ്ക്ക് ഒരു മോഡിഫിക്കേഷൻ, ഒരു ക്ലാഡിങ്സ് ഒക്കെ ചെയ്തായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ അൾട്ടിമേറ്റ്ലി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ 12 വർഷത്തിന് ശേഷമാണ് മൊത്തം മാറി ഞങ്ങൾ ആ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ക്യൂട്ട് ലുക്കിലേക്ക്, അതോടൊപ്പം തന്നെ എലഗൻ ലുക്കും വന്നു. അതിലെ ആ കളറും ബാക്കി കാര്യങ്ങളും ആ ടൈൽസിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഇനിയിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുഖപ്പും കാര്യങ്ങളും കൂടെ വെക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്തുദ്ദേശിച്ചോ അതിലേക്ക് എത്തും. പ്രത്യേകിച്ച് ഞങ്ങൾ ഓൾറെഡി ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം കിട്ടുക എന്താ വെച്ചാൽ നമ്മുടെ കളർ കോമ്പിനേഷനും നിലവിലുണ്ടായിരുന്ന പെയിന്റിംഗ് ഒന്നും മാറ്റേണ്ടി വരില്ല. അതെല്ലാം മാച്ചിങ് ആയിട്ട് വന്നു. അതാണ് ഇതിനകത്തൊരു കാര്യം. വല്ല കളറൊക്കെ എടുത്ത് വെച്ചെങ്കിൽ അത് പ്രശ്നമാകുമായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ തന്നെ അത് മാച്ച് ചെയ്തു. ഫിനിഷിങ്ങിൽ നമ്മൾ ഒന്ന് പെയിന്റിങ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അത് പുത്തൻ വീടാകുന്ന രീതിയിലാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് തീർന്നിട്ട് നമ്മൾ ആ രീതിയിൽ നിന്ന് ആ പെയിന്റിങ് കൂടെ ചെയ്യുന്നതോട് കൂടിയിട്ട് സംഭവം അടിപൊളിയാവും. അത് ആ ഒരു വിശ്വാസമുണ്ട്. ഏതായാലും എനിക്കിത് ഇങ്ങനെ ഒരു ആരുടെയും റെക്കമെൻഡേഷനിലല്ല, ഞാൻ ഡയറക്റ്റ് അവിടെ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. സിബിയുടെ ബിഹേവിയർ പ്രത്യേകിച്ചും റിയലി അത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇടപെടുമ്പോൾ ഉള്ള ഒരു സംഭവമില്ല, നമ്മൾ ഇടപെടാൻ കൊള്ളാവുന്ന ആളുകളാണ്, ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് അങ്ങ് ഫോം ചെയ്തു. പിന്നെ അത് നമ്മുടെ ആ ഗ്രൂപ്പ്, അതിന്റെ ഒരു ഈ ബ്രാൻഡ് KPGയുടെ ഞങ്ങൾ അത് കഴിഞ്ഞ് നോക്കി, നിങ്ങളുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കി, നിങ്ങൾക്കൊരു ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അതൊക്കെ എന്താ വെച്ചാൽ ഇപ്പൊ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടനെ തന്നെ പെട്ടെന്ന് തന്നെ ന്യൂജൻകാർക്ക് പെട്ടെന്ന് കിട്ടൂല. അവർ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് അടിച്ചെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് കൊള്ളാവുന്ന ഗ്രൂപ്പാണ്, ഇത് നമ്മുടെ മൂവാറ്റുപുഴ മാത്രമല്ല ഓൾ ഓവർ കേരള നല്ല പെർഫോമൻസ് ഉണ്ട്, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് കിടന്നത്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഇത് കാരണം ഞാൻ പറഞ്ഞില്ല, എന്നെ ആരും റെക്കമെൻഡ് ചെയ്ത് കണ്ടുപിടിച്ചാലോ, പക്ഷെ എനിക്കിപ്പോ നല്ല കോൺഫിഡൻസ് ആയി. അതല്ല എന്റെ ഒന്നെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നതിൽ സപ്ലൈ ചെയ്തു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ലോട്ട് എടുത്തത്. പക്ഷെ അതേ ബാച്ച് തന്നെ നമുക്ക് സാധാരണ ഇവരൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ടൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറയും, അവസാനം ബാച്ച് മാറും. അപ്പം കളറിന്റെ ചെറിയ വ്യത്യാസം ഉണ്ടാവും സൈസിൽ. അപ്പം ഇവിടെ എന്നാ അത് എന്നോട് സിബി അഷുർ ചെയ്തിരുന്നു, അതേ ബാച്ച് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അതേ ബാച്ച് തന്നെ സപ്ലൈ ചെയ്തു. അപ്പൊ എന്നാ വെച്ചാൽ ഓൾ അതിനകത്ത് ഒരു വ്യത്യാസം, അതല്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് വരും. പിന്നെ ഉള്ളതിന് ഇത്രയും സ്റ്റോക്ക് ഉള്ളത് വലിയ കാര്യം. വേറെ ബാക്കിയുള്ള എടുക്കുന്ന ആ ഇത്രയും വലിയ ഒരു സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതൊരു പ്രശ്നമായിരുന്നു. ആ കാര്യത്തിലും നിങ്ങളുടെ സ്റ്റോക്ക് വളരെ വളരെ നല്ല. പിന്നെ നിങ്ങളുടെ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇത് പറഞ്ഞ് എൻ്റെ ആണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഉള്ള അത്ര സാധനം തന്നെ നമുക്ക് എടുക്കാമെന്ന് വെച്ചത്. എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ക്വാളിറ്റിയും അതിനകത്തൊന്നും നമ്മൾ യാതൊരു കോംപ്രമൈസിനും തയ്യാറായില്ല. അതിപ്പം ഇതിനേക്കാൾ കുറച്ച് ആണി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളത് തയ്യാറാകാത്തത് അതിൻ്റെ ആ ക്വാളിറ്റിയിൽ നമുക്കൊരു അഷുറൻസ് കിട്ടാതെ വന്നുണ്ട്. കാര്യം പറഞ്ഞ പോലെ വില കുറച്ച് കിട്ടും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കോംപ്രമൈസ് അതിനകത്ത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്
പിന്നീട് ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അതാ അങ്ങനെ ചെയ്തത് കേട്ടോ. എനിവേ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിടയ്ക്ക് വന്ന് നോക്കിക്കൊള്ളാം വർക്കിന്റെ പ്രോഗ്രസ്. പിന്നെ തീർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പെയിന്റിങ്ങിന്റെ ഒക്കെ പണി കഴിയുമ്പോൾ ഒന്ന് അറിയിച്ചാൽ അത് തീർച്ചയായിട്ടും അത് തന്നെയല്ലേ ഫോളോ അപ്പ് ചെയ്ത് മതിയെന്ന്. ഇത്രയൊക്കെ ഇത് വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അടുത്ത് നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരമല്ല, മൂവാറ്റുപുഴ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് വന്ന് ഇത് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇവിടെയുള്ള ഇപ്പം പലരും 1-2 വീട്ടുകാർ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇവരിറങ്ങിയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. ഇത്രയും സ്റ്റോക്ക് ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കി ഒരു ഗ്രൂപ്പിനും ഇത്രയും അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടായിട്ട് വരും. ഇതിപ്പോൾ ഈ ഒറ്റ ഫോൺ കോളിൽ മിനിയാന്ന് തന്നെ നമുക്ക് പുതിയ ഒരു 600 സ്ക്വയർ ഫീറ്റ് കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പം റെഡി ആയില്ല. അതൊരു വലിയ കാര്യമാണ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് അവർ കസ്റ്റമർ. താങ്ക് യു. So this is Mr. Saju and Sandu Vittu Mangalatha. Okay, thank you guys. Thank you for watching us.